എവ്രിവൺ. ഇന്ന് ഈ 2 പാത്രം നിറയെ കേക്ക്സൊക്കെ ആയിട്ട് എങ്ങോട്ടെന്നല്ലേ പറഞ്ഞു തരാം. ഇത് സാനുക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ ദിവസമായിരുന്നു കേട്ടോ. അപ്പം ആ ബർത്ത്ഡേക്ക് അവളുടെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കേക്ക്സൊക്കെയാണ്. ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ലേറ്റായിപ്പോയി. അതാണ് ഈ ഓടിപ്പോയി കയറുന്നത്. അങ്ങനെ അവൾ സ്കൂൾ കഴിഞ്ഞ് വന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞപ്പം ഞങ്ങൾ നേരെ പോയത് കോട്ടയത്തെ ബുക്കാറോ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കയറി വരുമ്പോഴേ നല്ലൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന നല്ല ടേസ്റ്റി ഫുഡ്സ് കഴിക്കാൻ നമ്മൾ ബുക്കാറോയിൽ തന്നെയാണ് ചൂസ് ചെയ്തത്. അങ്ങനെ ബുക്കാറോ റെസ്റ്റോറൻറ്റിലെ ഒരു വൈബ് ഒരു രക്ഷയില്ല. ഈവനിങ് ടൈമിലൊക്കെ നല്ല രസമാണ് കേട്ടോ പോയിരുന്ന ഫുഡൊക്കെ കഴിക്കാൻ. അപ്പം ഞങ്ങളങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സാധനം ഓർഡർ ചെയ്ത ഷവർമ ഇങ്ങെത്തി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സാധനയുടെ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ഷവർമ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു കബാബ് മന്തിയാണ് കേട്ടോ. ജസ്റ്റ് 150 റുപ്പീസ് മാത്രമാണ് ഇതിന് വരുന്നത്. അതും പക്ഷെ നല്ല ക്വാളിറ്റിയിലുമാണ് ഇവർ ഈ ഒരു സാധനം സെർവ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കോട്ടയം SS മൗണ്ടിലുള്ള പായസക്കടയിലാണ് കേട്ടോ. അവിടുത്തെ ഒരു ലാസ്റ്റ് കപ്പ് പായസമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു സാനിന് വേണ്ടി തന്നെ വെച്ചിരുന്നത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി പായസമാണ്. എല്ലാ ദിവസവും ഒരുപാട് വെറൈറ്റി പായസംസ് അവിടെ കിട്ടും കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ കൊടമാളൂർ പള്ളിയിലെ മുത്തിയമ്മയുടെ അടുത്താണ്. അവിടെ പോയി തിരികെ കത്തിച്ചു, പ്രാർത്ഥിച്ചു. രാത്രിയിൽ ഞങ്ങളുടെ കൊടമാളൂർ പള്ളിയാണ്. എന്ത് രസമാണെന്നോ. അങ്ങനെ പള്ളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ പള്ളിയിലെ കൊച്ചച്ഛൻ, ഞങ്ങളുടെ പുതിയ കൊച്ചച്ഛനാണ്. അപ്പം അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഒക്കെ മേടിച്ചാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഈ പ്രാവശ്യം വീട് ഷിഫ്റ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് സാനുവിൻ്റെ ബർത്ത്ഡേ അങ്ങനെ വലിയതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷേ അവർക്കെല്ലാം സർപ്രൈസ് കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ കേക്ക്സ് ഒന്നും ഇല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്ന സാനുവിന് വീട്ടിൽ ചെന്നപ്പോൾ അതാണ്ട് ഒരു അടിപൊളി കേക്കൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സാനു ഭയങ്കരമായിട്ട് സർപ്രൈസായി. പിന്നെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു കസേര ഉണ്ടായിരുന്നുള്ള കേക്ക് വെക്കാൻ തന്നെയാണല്ലോ. നമ്മൾ ആ ഒരു കേക്ക് വളരെ ഹാപ്പി ആയിട്ട് മുറിച്ചു. സാനു ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൾക്കൊരു റെയിൻബോ ബട്ടർഫ്ലൈ തീം വേണമെന്ന് ഭയങ്കര ആഗ്രഹം എന്നോട് കുറേ നാൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കുഞ്ഞു ബർത്ത്ഡേ വളരെ അടിപൊളിയായിട്ട് ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.